അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, വലിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇന്ന് പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത്. പ്രത്യേകം ശല്യം എന്ന് പറയുന്നത് അയൽക്കാരായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, സിഹർ കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിൽ എല്ലാ സമയത്തും നാം നശിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ ശല്യം ചെയ്യുന്ന ആളുകളുടെ അവരുടെ എല്ലാ ഷർറുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ശുദ്ധമായ കാട്ടുതേൻ, പെട്ടിത്തേനല്ല, നാട്ടുതേനല്ല, കാട്ടുതേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അല്പം നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ശുദ്ധമായ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. പശുവിൻ നെയ്യ്, നാടൻ നെയ്യാണ്. ആവശ്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇത്തരം ശത്രുക്കളിൽ നിന്ന്, അവരുടെ അപായങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാ മുദില്ലു ജല്ല ജലാലു എന്ന ഇസ്മ വളരെ പ്രധാനമാണ്. യാ മുദില്ലു ജല്ല ജലാലു എന്ന ഇസ്മ വളരെ പ്രധാനമാണ്. താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നിന്ദ്യനാക്കുന്നു. അള്ളാഹു ആര് നിന്ദ്യനാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു അവരെ അള്ളാഹു നിന്ദ്യനാക്കപ്പെടുക തന്നെ ചെയ്യും എന്നർത്ഥം വരുന്ന യാ മുദില്ലു ജല്ല ജലാലു എന്ന ഇസ്മിനെ ഒരാൾ 77 പ്രാവശ്യം, അത് ഉളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഖിബ്ലക്ക് മുന്നിട്ടിരുന്ന് ആത്മാർത്ഥമായിട്ട് 77 പ്രാവശ്യം യാ മുദില്ലു ജല്ല ജലാലു എന്ന ഇസ്മു ഉരുവിട്ടുകൊണ്ട് കൈകൾ ഉയർത്തി അവരുടെ പേര് പറഞ്ഞ് റബ്ബെ അവരെ ഈ ശല്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്നൊരാൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അവൻ്റെ ശല്യത്തിൽ നിന്ന് ഇവൻ രക്ഷപ്പെടുകയും ഇവനെ ശല്യം ചെയ്യാതിരിക്കാനുള്ള മാനസികമായ അവസ്ഥയിലേക്ക് അവൻ വരികയും ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു വഴിയാണ് യാ മുദില്ലു ജല്ല ജലാലു. അള്ളാഹു എല്ലാ ശത്രുക്കളെയും നമ്മെ ഉപദ്രവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു മാറാനുള്ള മനസ്സ് കൊടുക്കട്ടെ. അങ്ങനെ മനസ്സില്ലെങ്കിൽ അവരുടെ ശല്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ സലാമത്തിലാക്കട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, എല്ലാ സമയത്തും ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.